ഗംഭീരപടം കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പ്രതീക്ഷയ്ക്ക് മുകളിൽ എത്തിയോ? പ്രതീക്ഷ അത്ര തന്നെ എത്തിയിട്ടുണ്ട്. VFX ഒക്കെ സൂപ്പർ. പിന്നെ ഋഷഭ് ഷെട്ടി കിടിലൻ പെർഫോമൻസ് പറഞ്ഞാൽ കിടിലൻ പെർഫോമൻസ്. ഡയറക്ടർ പ്ലസ് ആക്ടർ ആയപ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് സിനിമ? കിടിലം. സെക്കൻഡ് ഹാഫ് ആണ് തീ ആയത്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്തോളജിയും ഫോക്ലോറും ഒക്കെ വെച്ചിട്ട് ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ചാപ്റ്റർ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് ഹൈ ആയോ? അത് നമുക്ക് രണ്ടുപേർ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രീക്വലാണ്. ഇത് കുറച്ചുകൂടെ ഹിസ്റ്റോറിക്കൽ സാധനമാണ്. ജയറാമേട്ടന് കിട്ടില്ല റോൾ എന്ന് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് റോളാണ്. അപ്പം മൊത്തത്തിൽ കിടിലം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഋഷഭ് ഷെട്ടി പൊളിച്ചടക്കിയിട്ടുണ്ട്. ഗംഭീരമാണ്. എടുത്തു പറയാനുള്ളതാണ് നായികയുടെ പെർഫോമൻസ്. നായികയുടെ പെർഫോമൻസ് എല്ലാം സൂപ്പറുണ്ട്. ജയറാമേട്ടനും കിടക്കിയിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി സെക്കൻഡ് ഹാഫ് തീ ലെവൽ പെർഫോമൻസ്. അടിപൊളി പടം. എക്സ്ട്രാ ഓർഡിനറി പടം. ടോട്ടലി ബ്ലോക്ക് ബസ്റ്ററിനുള്ള എല്ലാം ഉണ്ട്. ഫാമിലി ഏറ്റെടുക്കുമോ? ഡിവൈൻ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ചാൻസ്. മലയാളം ഡബിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസ് എല്ലാം ഫസ്റ്റ് ഹാഫിനെക്കാളും ബെറ്റർ സെക്കൻഡ് ഹാഫ് ആണ്. എങ്ങനെയുണ്ട് പുള്ളിയുടെ പെർഫോമൻസ്? ഋഷഭ് ഷെട്ടി, ജയറാമേട്ടൻ. ഐ തിങ്ക് ഋഷഭ് ഷെട്ടിക്കാളും കുറച്ചും കൂടി ബെറ്റർ നായികയാണെന്ന് തോന്നുന്നു. നായികയുടെ ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാവരും കാണണം കേട്ടോ. അടിപൊളി. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എങ്ങനെയുണ്ട്? 1000 കോടി അടിയോ? മാസ് എന്റെ അവസാന അടിപൊളിയാണ്. ജയറാമേട്ടനുണ്ട് മലയാളത്തിൽ. ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? അടുത്ത പാർട്ട് വരുമോ? തേർഡ് പാർട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. പിന്നെ മ്യൂസിക് ഒക്കെ മലയാളത്തിലോ ഡബ് ചെയ്ത് അടിപൊളിയായിരുന്നു. സോങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സോങ്സ് മലയാളം മറ്റേ ഈ മെലഡി സോങ്സ് ഒക്കെ ഉണ്ടല്ലേ, ഈ റൊമാൻറ്റിക് സോങ്സ് അടിപൊളിയായിരുന്നു അതൊക്കെ. പിന്നെ അത് മലയാളത്തിൽ ഡബ് ചെയ്യാന്ന് ഒരിക്കലും പറയത്തില്ല. പിന്നെ ഒന്നുകൂടെ കാണാം. ടോട്ടൽ പെർഫോമൻസ് ആണോ? അടിപൊളി. ജയറാമേട്ടൻ. അതെ, ജയറാം കിടിലായിരുന്നു. പിന്നെ അവർ തെലുങ്കിൽ വെക്കേണ്ട ഡയലോഗൊക്കെ തെലുങ്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ മലയാളത്തിലോട്ട് മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ മ്യൂസിക്കും സൗണ്ട് ഡിപ്പാർട്ട്മെന്റും ഡയറക്ഷൻ അതൊക്കെ അങ്ങനെ കൊണ്ടേ പറ്റും. കൈയടിച്ച് കാണാനുള്ള സീൻ, കൈയടിച്ച് രോമാഞ്ചം അടിക്കുന്ന സീൻ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമോ? എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ക്ലൈമാക്സ് ഒക്കെ? എങ്ങനെയുണ്ട് കാന്താര ചാപ്റ്റർ 1? കൊള്ളാം. ക്ലൈമാക്സിന് അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ്? സൂപ്പർ തന്നെയാണ്. അടുത്ത നാഷണൽ അവാർഡ്. കാണാം. മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ? മേക്കിംഗ് കൊള്ളാം. കുറച്ച് ഫൈറ്റ് സീൻ എക്സിക്യൂഷൻ നന്നാക്കിയത് ഇച്ചിരി കൂടെ ബെറ്റർ ആണ്. എങ്കിലും ബ്ലോക്ക് ബസ്റ്റർ ആവും. ബ്ലോക്ക് ബസ്റ്റർ ആവും.